ശബരിമല നെയ് ക്രമക്കേടിൽ 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളും നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ കൂടി കോടതിയുടെ ഈ നിർദ്ദേശത്തെ ഏത് തരത്തിലാണ് വിലയിരുത്തേണ്ടത്? അഭിലാഷ്, ശബരിമലയിൽ ഭക്തർ സമർപ്പിക്കുന്ന നെയ്ത്തേങ്ങയിൽ നിന്ന് ലഭിക്കുന്ന അടിയശിഷ്ടം നെയ്യുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടിലാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് കോടതിയെ 10 ദിവസത്തിനകം ബോധ്യപ്പെടുത്തണം എന്നുള്ള കാര്യം. അതിന്റെ അന്വേഷണ പുരോഗതി അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ട് 10 ദിവസത്തിനകം സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് SIT രൂപീകരിച്ചിരുന്നു. SITയുടെ അംഗങ്ങൾ ആരൊക്കെയാണ്, ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ അടിയന്തരമായ തീരുമാനമുണ്ടാകണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഭക്തരുടെ കാര്യമായതുകൊണ്ടും വിശ്വാസത്തിന്റെ കാര്യമായതുകൊണ്ടും അടിയന്തരമായി ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാകണം. ഇക്കാര്യത്തിൽ അടിയന്തരമായി അന്വേഷണം വേണം. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 10 ദിവസത്തിനകം സമർപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരവും BNS പ്രകാരവും ഈ കേസിൽ കുറ്റം ചുമത്താനുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് നേരത്തെ തന്നെ കോടതി സൂചിപ്പിച്ചിരുന്നതാണ്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വൈകുന്നതുമായി ഒരു കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് കോടതി. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. 10 ദിവസ സാവകാശമാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട നൽകിയിരിക്കുന്നത്. ഈ ശബരിമലയിലെ അടിയശിഷ്ടം നെയ്യ്, അതിലെ നെയ്ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് 10 ദിവസത്തിനകം നൽകണം. അതുമാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായി ഇക്കാര്യത്തിൽ സർക്കാരിന് തീരുമാനം എടുത്തേ കഴിയൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.